ലഹരിയിൽ മയങ്ങല്ലേ, നാം നമ്മെ മറക്കല്ലേ. ഒരു പാഠശാലയിൽ ഒപ്പത്തിനൊപ്പമങ്ങോരായിരം വർണ്ണ ചിത്രങ്ങൾ തീർത്തവർ, ഒന്നിച്ചിരുന്നു നൽകനവുകൾ കണ്ടവർ. ഓമനത്തിങ്കൾ കിടാവൊന്നു ചൊല്ലിയോർ, ഒറ്റയ്ക്കിരുന്നു ചിരിക്കുന്നു കൂട്ടത്തിൽ, ഓടി ഒളിക്കുന്നു പിന്നെ ഒരു മൂലയിൽ. ലഹരിയിൽ മയങ്ങല്ലേ, നാം നമ്മെ മറക്കല്ലേ. മലയാളത്തിൽ ആധുനിക കവി എന്ന് വിശേഷിക്കപ്പെടാവുന്ന തലങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹം കവി മാത്രമല്ല, ഗാനരചയിതാവും നടനും അധ്യാപകനുമാണ്. തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകനായി വിരമിച്ച ജനാധിപത്യ കലാസാഹിത്യവേദിയുടെ ചെയർമാനായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന, ഒട്ടേറെ കവിതകളും ഗാനങ്ങളും രചിക്കുകയും ആലാപനം നടത്തുകയും ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ തുരുത്തിക്കര ഗ്രാമവാസിയുമായ കുന്നത്തൂർ ജയപ്രകാശ്, അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ അധ്യാപകൻ എന്നുള്ള ഒരു നിലയിൽ നിന്ന് എങ്ങനെ ഈ കവിതകൾ എഴുതാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്? അധ്യാപകൻ എന്നത് ഞാൻ അധ്യാപകനാകുന്നതിന് മുമ്പ് തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ സരസമായിട്ട് പറഞ്ഞാൽ ആ കാലത്ത് ഈ പാരഡി ഗാനങ്ങളൊക്കെ എഴുതുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു. അന്ന് വി ഡി രാജപ്പൻ സാറൊക്കെ പാരഡി എഴുതുന്ന, പിന്നെ കഥാപ്രസംഗങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന പാരഡി ഗാനങ്ങളൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം. അദ്ദേഹത്തിൽ നിന്നൊക്കെ ഒരു ഇൻസ്പിറേഷനിൽ ആ രീതിയിൽ കോമഡി ആയിട്ടല്ല എങ്കിലും പാരഡി ഗാനങ്ങൾ എഴുതുന്ന ഒരു ശീലമുണ്ടായിരുന്നു. മറ്റൊന്ന് എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലമല്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നും അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത കാലത്ത് ഒരാൾക്കൊരാളൊരു പ്രണയം തോന്നിയാൽ അത് കത്തിലൂടെ പറയുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് ഈ കത്തിൽ ഒരല്പം സാഹിത്യം ചേർക്കുന്നത് നല്ലതായിരിക്കും എന്ന ഒരു ചിന്താഗതി പൊതുവേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് വഴങ്ങത്തില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് അവരുടെ കത്തുകളിൽ കുറച്ച് സാഹിത്യം എഴുതാനായിട്ട് ആവശ്യപ്പെട്ടു. അത് വരികളായിട്ട് എഴുതുന്ന, ലേഖനങ്ങളല്ലാതെ വരികളായിട്ട് എഴുതുന്ന ഒരു ശീലത്തിലേക്ക് വരികയും, ഞാൻ ഒരുപാട് പേർക്ക് പ്രേമക്കത്തുകൾ എഴുതി, എനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും ഒരുപാട് പേർക്ക് അങ്ങനെ എഴുതി കൊടുക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഈ എഴുത്തുകൾ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പാരഡി ഗാനങ്ങൾ ഒക്കെ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡായി പിന്നീട് അത് കവിതയിലേക്ക് വഴിമാറുകയായിരുന്നു. കവിതയിലേക്ക് പൂർണ്ണമായും തിരിയുന്നതിന് മുമ്പ് തന്നെ പാട്ടുകൾ എഴുതുമായിരുന്നു. ഈ പാരഡിയിൽ നിന്നും പിന്നെ മാറിയിട്ട് വിവിധ ഒക്കേഷണൽ സ്കൂളുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യദിനം അല്ലെങ്കിൽ മറ്റേ വായനാ ദിനം, അതുപോലെ ഉള്ള പ്രധാനപ്പെട്ട ദിനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പാട്ടുകൾ എഴുതുന്നൊരു ശീലം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് കുറച്ചും കൂടെ കാര്യക്ഷമമായി അത് പ്രവർത്തിക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്കാണ് കവിതയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് കവിതയിൽ വന്നത്. അത് അധ്യാപകനാകുന്നതിന് മുമ്പ് തുടങ്ങിയ ആ ശീലം, പഠിക്കുന്ന കാലത്ത് തുടങ്ങിയത്, പിന്നെ അധ്യാപകനായി തുടർന്നു. അതിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിലേക്കാണ് ഈ ഒടുവിൽ എത്തിയെന്നുള്ളത്. അല്ല, ഈ പാട്ടുകൾ എഴുതിയെന്ന് പറയുമ്പോഴത്തേക്ക് അത് എഴുതി പ്രസിദ്ധീകരിച്ചത് അത് എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ പബ്ലിസിറ്റി കൊടുത്തത് അത് എവിടെയാണ്? ആകാശവാണിയിൽ ആ കാലത്ത് ബാലലോകത്തിൽ അവതരിപ്പിച്ച ചില പാട്ടുകൾ എൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്ന് എടുത്തു പറയാവുന്നൊരു കാര്യം, ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത് 41ാമത് അധ്യാപക ദിനം, ദേശീയ അധ്യാപക ദിനം. അത് എറണാകുളത്താണ് നടന്നത്. 2000-ലോ 2001 ആ കാലഘട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു നാലകത്ത് സൂപ്പി സാറായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഈ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത ഗാനം അന്ന് എഴുതിയത് ഞാനാണ്. അപ്പോൾ അതുൾപ്പെടെ പിന്നെ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് സ്വാതന്ത്ര്യം എന്ന് തുടങ്ങുന്ന ഗാനം, പിന്നെ പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള ഗാനങ്ങൾ, അതൊക്കെ പല സ്കൂളുകളിലും പല വേദികളിലും ഒക്കെ ഇപ്പോഴും അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നിട്ടുമുണ്ട്. നീർത്തുള്ളികൾ എന്ന കവിതകൾ ഒരു പ്രകാശനമാണ് ഇപ്പോൾ നടന്നത്. നീർത്തുള്ളികൾ എന്നത് എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. ഞാൻ കവിത എഴുതാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി.
എന്നാൽ അധ്യാപകനായിട്ട് തുടരുകയായിരുന്നത് കൊണ്ട് പ്രസിദ്ധീകരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിന് സ്വാഭാവികമായിട്ടുള്ള അനുവാദവും മറ്റു കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് അത്തരത്തിലേക്ക് ശ്രമിച്ചില്ല. പിന്നീട് ഒരു പുസ്തക പ്രസിദ്ധീകരണം എന്നത് ആഗ്രഹിച്ചത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. ഞാൻ റീസെൻ്റായിട്ട് കഴിഞ്ഞ 2025 റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിച്ചു. 60 കവിതകളാണ് പുസ്തകത്തിൻ്റെ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിവിധങ്ങളായ പ്രമേയങ്ങളായതുകൊണ്ട് അതിനെ 3 പുസ്തകങ്ങളായിട്ട് മാറ്റുകയാണ്. അതിൽ ആദ്യത്തെ 15 കവിതകൾ ചേർന്നതാണ് ഈ നീർത്തുള്ളികൾ എന്നത്. അതിൽ തന്നെ പലതരത്തിലുള്ള പ്രമേയങ്ങളുണ്ട് താനും. എന്നാലും ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നത് എന്ന തരത്തിലാണ് നീർത്തുള്ളികൾ എന്നത് നമ്മളിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നീർത്തുള്ളികൾ എന്ന പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് തിരുവനന്തപുരം നീറമൺകര NSS വനിതാ കോളേജ് മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ MS ശ്രീലാറാണി ടീച്ചർ ആണ്. ടീച്ചർ അതിൽ പറയുന്നുണ്ട്, ലളിതമായ വാക്കുകൾ കൊണ്ട് സങ്കീർണമായ ജീവിത സത്യങ്ങൾ, സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ, മാനവികത, വിരഹം, സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ജാഗ്രത, പ്രത്യാശ എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന പ്രമേയങ്ങളാണ് എന്നൊക്കെ. അത്തരത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിൽ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ്? മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ. അപ്പോൾ ആ സാമൂഹിക ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പറയുന്ന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളോട് ഒരു കാര്യം പറയുന്നത് കഠിനമായ പദങ്ങൾ ഉപയോഗിച്ച് പറയാം, ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചും പറയാം. അത് നമ്മുടെ പാണ്ഡിത്യത്തിനനുസരിച്ച് പക്ഷേ കഠിന പദം ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് അത് അത്ര കണ്ട് പെട്ടെന്ന് ഹൃദ്യസ്ഥമായില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പ്രയാസം പോലെയാണ്. അപ്പോൾ ഒറ്റ വായനയിലോ ഒറ്റ കേൾവിയിലോ കൂടുതൽ അർത്ഥങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള പദപ്രയോഗമാണ് ഞാൻ നടത്താറുള്ളത്. അതായത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന വാക്ക്, എന്നാൽ അതിനൊരു രസമുണ്ടാവുകയും വേണം എന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി അവലംബിക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഞാൻ ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് അനുഭവം, എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് കണ്ട ഈ ദുരനുഭവങ്ങൾ ഈ എഴുതുന്ന രീതിയിലേക്ക് ടീച്ചർ എഴുതിയതിൻ്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതും ഈ പറഞ്ഞ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതകളും ഉണ്ട്. നേരിട്ട് അനുഭവിച്ചതും അല്ലെങ്കിൽ അറിഞ്ഞതുമായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ എഴുതിയ കവിതകളുമുണ്ട്. എന്നാൽ ചിലത് നമ്മൾ സത്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യത്തിന് ഒരല്പം ഫാൻറ്റസിയോ അല്ലെങ്കിൽ ഒരു പടി കൂടെ കടന്ന് ചിന്തിക്കും, ഇങ്ങനെ ആയാൽ എങ്ങനെയായിരിക്കും സംഭവങ്ങൾ മനസ്സിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്ന് അച്ഛൻ എന്തേ വരാത്തെ എന്ന് പറയുന്ന ഒരു കവിത ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ എന്തേ വരാത്തെ എന്ന കവിതയിൽ ഒരു കുട്ടിയുടെ അച്ഛനെ അന്വേഷിക്കുന്നു, അച്ഛനെ കാണുന്നില്ല, അപ്പോൾ അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടായിരുന്നു, ഒരു കാലത്തുണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രത്യേക നിമിഷം മുതൽ അച്ഛനെ കാണുന്നില്ല. അപ്പോൾ അച്ഛനോ ഈ ഓണത്തിനെങ്കിലും, ഇപ്പോൾ അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ, ഇന്നത്തെ കാലത്തെ കാര്യമല്ല, ഞാൻ കുറച്ചുകൂടെ പഴയ ഒരു കാലമാണ്, പക്ഷേ ഓണത്തിന് ആളുകളെല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു കാലത്ത് അപ്പോഴെങ്കിലും അച്ഛൻ വരും എന്നാഗ്രഹിച്ച് അച്ഛനെ കാത്തിരിക്കുന്നു. അപ്പോൾ അച്ഛനെ കാത്തിരുന്നിട്ട് അച്ഛൻ വരാത്ത ഒരു വിഷമം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ എന്തേ വരാത്തെ എന്ന കവിത എഴുതിയിട്ടുള്ളത്. അത് നേരിട്ട്, അതെ, അത്തരം അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ആ ഒരു വിഷമം നമ്മുടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. അപ്പോൾ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന വിഷമം പിന്നെ കുഞ്ഞിൻ്റെ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ട് അതിങ്ങനെ ചിന്തിച്ചിരിക്കാം എന്ന തരത്തിൽ അതിനെ പൊലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാട്ട് പാടാറുണ്ടല്ലേ? പാട്ട് പഠിച്ചിട്ടില്ല. ഇപ്പം കേട്ടുപാടുന്ന ഒരു രീതിയിൽ അത്യാവശ്യം പാട്ട് പാടുന്നൊരു ശീലമുണ്ട്. എഴുതിയ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള പാട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ കുറേ അധികം വേദികളിലും ഒക്കെ പാടിയിട്ടുള്ളത്. ഒരു മരം അറുത്തു മുറിച്ചെന്നാൽ ഒന്നിലേറെ തൈകൾ നടാം എന്നാണ്. ഒരു മരം അറുത്തു മുറിച്ചെന്നാൽ ഒന്നിലേറെ തൈകൾ നടാം, ഒരുക്കി വയ്ക്കാം പച്ചപ്പുകളെ ഒന്നാം തരമീ തലമുറയിൽ, ഒരുക്കി വയ്ക്കാം പച്ചപ്പുകളെ ഒന്നാം തരമീ തലമുറയിൽ, കരുതിയിരിക്കാം ഭാവിക്കായി കരഗതമാമീ വിഭവങ്ങൾ, കരുതിയിരിക്കാം
ഭാവിക്കായി കരഗതമാമീ വിഭവങ്ങൾ കടന്നാക്രമണ നിയന്ത്രണമേകാം കനവിൽ നിലവിൽ പ്രകൃതിക്കായി കടന്നാക്രമണ നിയന്ത്രണമേകാം കനവിൽ നിലവിൽ പ്രകൃതിക്കായി ഒരു മരമറുത്തു മുറിച്ചെന്നാൽ ഒന്നിലേറെ തൈകൾ നടാം ഒരുക്കി വയ്ക്കാം പച്ചപ്പുകളെ ഒന്നാം തരമീ തലമുറയിൽ. കവിതകൾ എത്രത്തോളം എഴുതി? കവിതയുടെ എണ്ണം എടുത്താൽ ഒരു 100-ലേറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് വിവിധ കോണ്ടെക്സ്റ്റുകളിലായിട്ട് എഴുതിയതാണ്. എനിക്ക് കവിത എഴുതാൻ ഇന്നൊരു കവിത എഴുതണം അല്ലെങ്കിൽ ഇന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പെട്ടെന്ന് എഴുതാം അങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് കവിയല്ല ഞാൻ. നമ്മളൊരു പ്രമേയം നമ്മുടെ മനസ്സിൽ വരികയും ആ വരുന്ന പ്രമേയത്തെ കൂടുതലായി ആലോചിച്ചും ഒക്കെയാണ് കവിതകളിലേക്ക് വരുന്നത്. പാട്ടാണെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് എഴുതാൻ കഴിയും, പക്ഷേ കവിതകൾ അങ്ങനെ ഒരു ഇൻസ്റ്റൻ്റായി എഴുതാറില്ല. ഒരു കവിത എഴുതിയാൽ തന്നെ അത് കുറേയധികം വേദികളിൽ ഞാൻ എഴുതുന്നതിനോടൊപ്പം ചൊല്ലുന്നതിനും കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് വേദികളിൽ ചൊല്ലുക, ആ കവിത കുറേയധികം വേദികളിൽ ചൊല്ലിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അടുത്ത കവിതയിലേക്ക് പോകുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ നീർത്തുള്ളികൾ എന്ന് പറയുന്ന കവിത എത്രാമത്തെ പുസ്തകമാണ്? ഈ നീർത്തുള്ളികൾ എൻ്റെ പുസ്തകങ്ങൾ ഞാൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകമാണ്. പ്രകാശനം ചെയ്ത് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യാപകനായിരുന്നത് കൊണ്ട് പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാൻ ഒരു പ്രയാസമുണ്ടായിരുന്നു. പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു അനുവാദത്തിൻ്റെയൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അനുവാദത്തിന് ഒരുപക്ഷെ കിട്ടുമായിരുന്നിരിക്കും, ഞാനതിന് പോയിട്ടില്ല. അതിന് പകരം ഞാൻ കവിതകൾ എഴുതുകയും പൊതുവേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് ഈ ആനുകാലികങ്ങളിലും അല്ലെങ്കിൽ മാഗസിനുകളിലുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഇതാദ്യമായിട്ടാണ്. ഈ കൊല്ലത്തായിരുന്നല്ലോ താമസം? അതെ അതെ അതെ. അപ്പോൾ ഈ സ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണോ തിരുവനന്തപുരത്ത് സെറ്റിലായത്, അതോ അല്ലാതെ വന്നതാണോ? ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ കുന്നത്തൂരാണ്. കുന്നത്തൂർ എന്ന് പറയുന്നത് ഒരു വലിയ പ്രദേശമാണ്, ഒരു അസംബ്ലി മണ്ഡലമാണ്, ഒരു താലൂക്കാണ്. എൻ്റെ അഡ്രസ്സിൻ്റെ പറയുമ്പോഴത്തേക്കും എൻ്റെ അസംബ്ലി മണ്ഡലം, എൻ്റെ താലൂക്ക്, എൻ്റെ വില്ലേജ്, പിന്നെ എൻ്റെ പഞ്ചായത്ത്, ഇതെല്ലാം കുന്നത്തൂരാണ്. അപ്പോൾ പേരിൻ്റെ കൂടെയും അങ്ങനെ ഒരു കുന്നത്തൂരിട്ട് അതൊരു അറിയപ്പെടുന്നതിന് വേണ്ടി ചെയ്തു, അതിൻ്റെ പ്രദേശം അറിയുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കുന്നത്തൂർ താമസിക്കുമ്പോൾ ജോലി സംബന്ധമായിട്ട് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പോകുന്നത് എറണാകുളത്താണ് എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് സ്കൂളിലാണ് അല്ലേ? ആദ്യ സ്കൂളിൽ അധ്യാപകനായിട്ട് എറണാകുളം ജില്ലയിലെ പുത്തൻതോട് സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അധ്യാപകനായത്. അപ്പോൾ അവിടെ ഒരു 8 വർഷം ജോലി ചെയ്തു. പിന്നീട് കൊല്ലം ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ നിന്ന് ഞാൻ കൊല്ലം ജില്ലയിലേക്ക്, എൻ്റെ സ്വന്തം ജില്ലയിലേക്കാണ് വന്നത്. കൊല്ലത്ത് കരുനാഗപ്പള്ളി, തഴവ, അതുപോലെ ചെറിയഴീക്കൽ, പിന്നെ അവിടെ ഒരു ഐലൻഡ് ഉണ്ട് മൺട്രോത്തുരുത്ത്, അവിടെ ഇങ്ങനെ 3 സ്കൂളുകളിലായിട്ട് ഞാൻ പ്രവർത്തിച്ചു. പക്ഷേ ഞാൻ ഈ എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്ന് ഒരു വർഷത്തിനകത്ത് എൻ്റെ ഭാര്യ തിരുവനന്തപുരത്ത് സ്പീച്ച് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാന്ത്വന ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ കൊല്ലത്ത് വർക്ക് ചെയ്യുകയും തിരുവനന്തപുരത്ത് താമസിക്കുകയും ചെയ്തു. കുറേ വർഷങ്ങൾ 6 വർഷത്തോളം വീണ്ടും അങ്ങനെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോയി. സ്വന്തം നാട് കൊല്ലത്താണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോയി. എന്നിട്ട് വീണ്ടും ട്രാൻസ്ഫർ വാങ്ങിച്ച് തിരുവനന്തപുരത്തേക്ക് വന്ന് 2004 ഞാൻ തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്ത ആളാണ്. 2008 തിരുവനന്തപുരത്ത് ജില്ലയിലേക്ക് വീണ്ടും ട്രാൻസ്ഫറായി. അങ്ങനെ ആറ്റിങ്ങൽ വക്കം സ്കൂളിൽ, അതുപോലെ വെള്ളനാട് സ്കൂളിൽ, ഏറ്റവും കൂടുതൽ പട്ടൻ ഗേൾസ് ഹൈസ്കൂളിൽ, ഇവിടെയാണ് വർക്ക് ചെയ്ത് 2025 പെൻഷനാവുകയും. ഈ പെൻഷനായതിനു ശേഷമാണ് ജനാധിപത്യ ഈ വേദി കുറച്ച് സജീവമായതല്ലേ? അല്ല, അങ്ങനെ ജനാധിപത്യ കലാസാഹിത്യ വേദി ശരിക്കും കോവിഡ് കാലത്തുണ്ടായതാണ്. ഈ കോവിഡ് കാലത്ത് നമ്മൾ അടച്ചിടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് കലാസാഹിത്യ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധ്യതകൾ കുറവായിരുന്നപ്പോൾ ഓൺലൈൻ മീഡിയയിലാണ് അത് ആരംഭിച്ചത്. അപ്പോൾ അതിലുമായി ബന്ധപ്പെട്ട് കുറേ സാഹിത്യ കലാ പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അന്നത്തെ കാലത്ത് ഈ ഗൂഗിൾ മീറ്റിൻ്റെയൊക്കെ ഒരു കാലമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കാണുകയും കലാപരിപാടികളും സാഹിത്യ പരിപാടികളും സാഹിത്യ ചർച്ചകളുമൊക്കെ അവതരിപ്പിച്ചു. അതിൽ നിന്ന് നമ്മൾ മുക്തമായപ്പോൾ അത് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലേക്ക്
ഓൺലൈനിലേക്ക് വന്നു, ഓഫ്ലൈനായി പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് അത് രജിസ്റ്റേർഡ് സംഘടനയാവുകയും ആയിരുന്നു. പിന്നെ അതിൻ്റെ മുഴുസമയ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇത് ശേഷമാണ്, റിട്ടയർമെൻറ്റിന് ശേഷമാണ് പ്രവേശിച്ചത്. ജനാധിപത്യ കലാ സാഹിത്യവേദിയുടെ സംസ്ഥാന ചെയർമാൻ ആണല്ലോ. അതെ അതെ. പുതിയ തലമുറയ്ക്ക് ഗുണകരമാകുന്ന തലത്തിലുള്ള പ്രവർത്തന ശൈലി എന്തെങ്കിലുമുണ്ടോ? പുതിയ തലമുറ എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് വായന വേണം. പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും വായന ഏറ്റവും നന്നായി വേണ്ട ഒരു കാര്യമാണ്. ഒരു സാഹിത്യ പ്രവർത്തനത്തിനാണെങ്കിലും ഇനി കലാപ്രവർത്തനത്തിനാണെങ്കിലും ഏതിനും വായന അത്യന്താപേക്ഷിതം. അപ്പോൾ വായനയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള സഹായകമാകുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ ജനാധിപത്യ കലാസാഹിത്യവേദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വായനാ കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം പിന്നെ കഥയും കവിതയും ഒക്കെ വായിച്ചു കൊടുക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കൂടെ വന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെയാണ് വായിച്ച് കേൾപ്പിക്കുന്നത്? എങ്ങനെ ഇതുവഴിയാണ്, സോഷ്യൽ മീഡിയ വഴിയാണോ? രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വായിച്ച് കേൾപ്പിക്കുന്നു. രണ്ടാമത്തേത്, നമുക്ക് ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ കവിത അവതരിപ്പിക്കുക, കഥ അവതരിപ്പിക്കുക, പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുക. അത് എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും, അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പങ്കെടുക്കത്തക്കോണം. അതിനൊരു ഏജ് ബാർ ഇല്ല. കലയ്ക്കോ സാഹിത്യത്തിനോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ കഴിയില്ല. ഏറ്റവും ചെറിയ പ്രായം മുതൽ ഏറ്റവും വലിയ പ്രായമുള്ളവർക്ക് വരെ ഒരുമിച്ച് ആസ്വദിക്കാവുന്ന കാര്യമാണല്ലോ കലയും സാഹിത്യവും ഒക്കെ. 2013 മുതൽ 2024 വരെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് 10ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്? ഒരു ഇതെന്ന് പറയുന്നത് സാഹിത്യ ഒരു മേഖലയിൽ തന്നെയാണ്. അതായത് കവിതയുമായി ബന്ധപ്പെട്ട് സാഹിത്യത്തിൽ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് കവിതയാണ്, കവിതയും പാട്ടെഴുത്തുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യത്തെ പുരസ്കാരം എന്ന് പറയുന്നത് 2013 അത് അധ്യാപക കലാസാഹിത്യവേദിയുടെ പുരസ്കാരമാണ്. 2000 അധ്യാപക കലാസാഹിത്യവേദിയുടെ ആദ്യ മത്സരം ഉണ്ടായിരുന്നത്. അത് എറണാകുളത്തായിരുന്നു. അപ്പോൾ എറണാകുളത്ത് ശരിക്കും നമ്മുടെ കവി മുരുകൻ കാട്ടാക്കട സാർ, ഞങ്ങൾ ഒരുമിച്ച് ആ മത്സരത്തിലുണ്ടായിരുന്ന ആളുകളാണ്. കണ്ണട എന്ന കവിത ആദ്യമായിട്ട് ഒരു മത്സരവേദിയിൽ അല്ലെങ്കിൽ പൊതുസംശം വരുന്നത് ആ സമയത്താണ്. അപ്പോൾ ആ മത്സരത്തിൽ മുരുകൻ സാറിന് മുമ്പാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ കവിത കടലുണ്ടി ഗ്രാമത്തിൽ എന്നായിരുന്നു നമ്മുടെ പുസ്തകത്തിൽ ചേർത്തിട്ടുമുണ്ട്, കിണത്തുള്ളിൽ ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ആ കവിത അവതരിപ്പിക്കുമ്പോൾ എൻ്റെ കവിത കേട്ടിട്ട് ഇതായിരിക്കും സമ്മാനാർഹമാകുന്ന കവിത എന്ന് ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മുരുകൻ കാട്ടാക്കട സാറ് വന്ന് കണ്ണട ചൊല്ലിയപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കി എനിക്കാവില്ല സമ്മാനം എന്നത്. ഞാനത് 1, 2, 3 സ്ഥാനത്തിന് പുറകിലായി. അദ്ദേഹം 1ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2013 കണ്ണൂർ വെച്ച് നടന്ന കലാസാഹിത്യ മത്സരത്തിലാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിൽ അവതരിപ്പിച്ച കവിതയാണ് നീർത്തുള്ളിയിലെ ആദ്യത്തെ കവിത, തിന്മകൾ പെരുകുന്ന കാലം. അതാണ് അന്ന് സമ്മാനാർഹമായത്. അങ്ങനെ അധ്യാപക കലാസാഹിത്യവേദിയുടെ സമ്മാനമാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അതാണ് പുരസ്കാരങ്ങളിൽ ആദ്യം കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേ തുടർന്ന് ഈ കവിതയ്ക്ക് പല മേഖലകളിലായിട്ട് അംബേദ്കർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല ഏജൻസികൾ വഴിയുമുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു സെക്ഷനാണ്. രണ്ടാമത്തേത് അധ്യാപകനായിരിക്കുന്നതിൻ്റെ പുരസ്കാരമാണ്. അധ്യാപകനായി പ്രവർത്തിക്കുന്നതിൻ്റെ പുരസ്കാരത്തിലാണ് അധ്യാപക പുരസ്കാരം, ഗുരുശ്രേഷ്ഠ പുരസ്കാരം, അങ്ങനെയുള്ള ദ്രോണാചാര്യ പുരസ്കാരമൊക്കെ, ഗുരുപൂജ പുരസ്കാരം, ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ ബാലതരംഗമാണ് എനിക്ക് നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദ് സാറ് നേതൃത്വം നൽകുന്ന ദേശീയ ബാലതരംഗത്തിൻ്റെ ഗുരുപൂജ പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മധ്യവർദ്ധന സമിതിയുടെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ അതിൻ്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അധ്യാപകനായിരിക്കുന്നതിൻ്റെ പുരസ്കാരങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാം APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അംബേദ്കർ അവാർഡ് കുറച്ച് 2-3 കിട്ടിയിട്ടുണ്ട്. അംബേദ്കർ അവാർഡ് 2 പ്രാവശ്യം കിട്ടി. അതിലൊന്ന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ അന്നത്തെ ഗവർണറാണ് പുരസ്കാരം തന്നത്. രണ്ടാമത്തേത് ഈ രംഗത്തെ ഗവർണർ അന്ന് സദാശിവം, P. സദാശിവം അദ്ദേഹമായിരുന്നു. അതെ, അദ്ദേഹമായിരുന്നു ഇതിൽ പേരങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ആ അവാർഡ് വാങ്ങിച്ചത്. കനകക്കുന്ന് കൊട്ടാരത്തിലായിരുന്നു അതിൻ്റെ ചടങ്ങുണ്ടായിരുന്നു. രണ്ടാമത്തേത് 2024 അത് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ വെച്ചിട്ടാണ് അത് ദേശീയ പുരസ്കാരമായിട്ടാണ് ലഭിച്ചത്. അത് ഇതിൻ്റെ ഒരു സമഗ്ര സംഭാവന എന്ന തരത്തിലാണ് അതിൻ്റെ പുരസ്കാരം ലഭിച്ചത്.
ഇപ്പോൾ ശരിക്കും നിലവിൽ എന്താണ് ചെയ്യുന്നത്? നിലവിൽ ഇപ്പോൾ ഞാൻ ഈ കലാസാഹിത്യ രംഗത്ത് തന്നെയാണ് തുടരുന്നത്. മറ്റ് അധ്യാപകൻ്റെ റോള് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് പല തരത്തിൽ അധ്യാപകനാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. 31 വർഷത്തെ അധ്യാപകനായിരുന്നു. 31 വർഷമല്ല, ശരിക്കും പറഞ്ഞാൽ അതിനും കുറേ വർഷങ്ങൾ കൂടെ, ഒരു 8 വർഷം കൂടെ പറയേണ്ടി വരും. കാരണം ഞാൻ +2 കാലം മുതൽ എനിക്കൊരു പ്രത്യേകതയുള്ളത്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത അന്ന് +1 അല്ലല്ലോ, പ്രീ ഡിഗ്രി, ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ തൊട്ട് തലേ ക്ലാസ്സുകളിൽ, മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന, ഞാൻ 10ൽ പഠിക്കുമ്പോൾ 9ൽ പഠിച്ചിരുന്ന, അഥവാ ഞാൻ 11ൽ അല്ലെങ്കിൽ +1 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ 10ൽ എത്തുന്ന കുട്ടികളുടെ അധ്യാപകനായിക്കൊണ്ട് ട്യൂഷൻ സമ്പ്രദായത്തിലൂടെ, ഹോം ട്യൂഷന്, പിന്നെ അതുപോലെ തന്നെ പാരലൽ കോളേജിൽ ഒക്കെ അധ്യാപകനായിട്ടൊക്കെ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് 94ലാണ് ഞാൻ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകൻ. അപ്പോൾ ദീർഘവർഷങ്ങൾ എന്ന് പറയേണ്ടി വരും. 40 വർഷത്തോളം ഏതാണ്ട് അധ്യാപകനായി പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിചയമുണ്ട്. അപ്പോൾ അത് തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അധ്യാപകൻ്റെ റോള് കഴിയുന്നില്ല എങ്കിലും എൻ്റെ വിഷയം കൂടെ പറയേണ്ടി വരും. എൻ്റെ വിഷയം മാത്തമാറ്റിക്സ് ആണ്. വളരെ ഒരു കൊമേഴ്സ്യലായിട്ട് വിചാരിച്ചാൽ വലിയ സ്കോപ്പുള്ള ഒരു വിഷയമാണ്. പക്ഷെ ഞാൻ ആ തരത്തിൽ അതിനെ കാണുന്നില്ല. പകരം എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഈ കലയും സാഹിത്യവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി ഉണ്ടാകണം എന്നാഗ്രഹിക്കുക. അതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഈ രംഗത്താണ് തുടരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് എഴുത്തിലേക്കും അതുപോലെ ഇത് സംബന്ധിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാമോ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്നതാണ്. ഞാൻ ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. ഞാൻ MA സൈക്കോളജി കഴിഞ്ഞു. MA സൈക്കോളജി പാസ്സായി. അത് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് ഇപ്പോൾ പാസ്സായി. ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു കോഴ്സും കൂടി, ചെറിയൊരു ഒരു മാസത്തെ കോഴ്സും കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ അഡീഷണലായിട്ട് ചെയ്തു. ഇനി സൈക്കോളജിയുടെ തന്നെ അടുത്ത എന്തെങ്കിലും റിസർച്ച് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. അതാണ് ആ പഠനവുമായി ബന്ധപ്പെട്ട്. അതാണ് ഇപ്പോഴും വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞു. നടൻ എന്നുള്ള നിലയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അതെ. അത് ഈ കലാസാഹിത്യ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഈ നാടകം, ചെറുപ്പകാലം മുതലേ നാടകത്തിൽ, സ്കൂൾ നാടകങ്ങളിൽ, സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നാടകത്തിൽ അഭിനയിക്കുകയും പിന്നീട് നാടകങ്ങൾ എഴുതാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു. അപ്പോൾ തട്ടിക്കൂട്ട് നാടകങ്ങളാണ് ആ കാലത്തുണ്ടായിരുന്നതെങ്കിലും അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ എഴുതുകയും അത്തരത്തിൽ വന്നു. അപ്പോൾ ആ ഒരു താല്പര്യം കൂടെ മനസ്സിൽ കിടന്നതുകൊണ്ട് ഈ 2021 എൻ്റെ ഓർമ്മ, 2021 ഞങ്ങളൊരു കലാസമിതി രൂപീകരിച്ചു. അധ്യാപകരുടെ ഒരു കലാസമിതി രൂപീകരിച്ചു. അധ്യാപകരുടെ ഒരു ശരിക്കും ആ കലാസമിതി എന്ന് പറയുന്നത് അധ്യാപക സംഘടനയുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഒരു സംസ്ഥാന വാർഷികവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് രൂപീകരിച്ചത്. അപ്പോൾ ആ ഒരു സമാന ചിന്താഗതിയുള്ള, സമാന രാഷ്ട്രീയ വിശ്വാസമുള്ള ഒക്കെ തരത്തിലുള്ള ആളുകളാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. അത്തരത്തിലൊരു കലാസൃഷ്ടി ഉണ്ടാക്കുകയും 10-25 വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം, ആ കലാസൃഷ്ടിക്ക് ശേഷം ഞങ്ങൾക്ക് പിന്നീട് ഈ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനോടൊരു താല്പര്യം തോന്നുകയും ഞങ്ങൾ അങ്ങനെ ഷോർട്ട് ഫിലിം, അപ്പം അധ്യാപകരാണല്ലോ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം എടുത്താൽ അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയമായിരിക്കണം എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യം എടുത്ത വിഷയം എന്ന് പറയുന്നത് സ്ത്രീധനത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്ത്രീധനത്തെക്കുറിച്ച് ഒരു നല്ല ഷോർട്ട് ഫിലിം ഞങ്ങൾ തയ്യാറാക്കിയത്. ഒരു 20 മിനിറ്റോളം വരുന്നൊരു ഷോർട്ട് ഫിലിമായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹമാണത് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത്. അധ്യാപകരായിരുന്നത് കൊണ്ടും നമ്മുടെ മന്ത്രിയായിരുന്നത് കൊണ്ടും അപ്പോൾ അദ്ദേഹം അത് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു റീച്ച് ഉണ്ടാവുകയും ഒരുപാട് പേരിലേക്ക് ആ സന്ദേശം എത്തുകയും ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനായി. പിന്നീട് അതേ ടീം തന്നെ പിന്നീട് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഷോർട്ട് ഫിലിമുകൾ 2 ചെയ്തു. പിന്നീട് പട്ടത്ത് സ്കൂളിൽ അധ്യാപകരുടെയും കൂടി ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചില ഷോർട്ട് ഫിലിം ചെയ്തു. വൃദ്ധന്മാരെ, നമ്മുടെ വീട്ടിൽ അച്ഛനെയും അമ്മയും ഒക്കെ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ പുറന്തള്ളുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത് എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് വിൽപ്പത്രം എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ഞാൻ ഈ പട്ടത്തെ കാര്യം പറഞ്ഞത്, പട്ടത്തെ സ്കൂളിലെ അധ്യാപകരെ കൊണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു.
ചെയ്തു. അതൊരു ഒരർത്ഥത്തിൽ പറഞ്ഞത് ഒരു റെക്കോർഡാണ്. ഒരു സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ചേർന്നൊരു ഷോർട്ട് ഫിലിം. അത് അവിടെ 100-ലധികം അധ്യാപകരുണ്ട്. ഈ 100-ലധികം അധ്യാപകരെ ചേർത്തുകൊണ്ടാണ് അവിടെ വഴിയമ്പലം എന്ന ഒരു ഷോർട്ട് ഫിലിം. അതും ഈ പറഞ്ഞതുപോലെ പിന്നെ നമുക്ക് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ സിനിമയായിരുന്നു. അത് വലിയൊരു വിജയമായിരുന്നു. ഞങ്ങൾക്ക് വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. കാരണം ഞങ്ങളുടെ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ചേർന്ന് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക. അതിലൊരു പ്രധാനപ്പെട്ട അതിൽ ഒരുപാട് പ്രധാന ക്യാരക്ടറുകളുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ ഒരു വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ കുറച്ച് ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. പിന്നെ 2 സിനിമകൾ കൂടെ ഇതിനിടയിൽ വേഷം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു സിനിമ ഇപ്പോൾ പിന്നെ OTT പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ റിവ്യൂ ഷോയൊക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ വേഷമാണ് ചെയ്തിട്ടുള്ളത്. സാമ്രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സംവിധാനം ചെയ്ത 6 ആണുങ്ങൾ എന്നതാണ്. അതൊരു അവാർഡ് മൂവി കൂടെയാണ്. അതിലൊരു ചെറിയൊരു വേഷം, ഒരു സീനിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നത്, എന്നാൽ ആ സിനിമയുടെ കഥാഗതിയെ നിയന്ത്രിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പം അങ്ങനെയും കൂടി ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മുഴു സമയ അഭിനേതാവായിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, എങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കവിതകൾ ഒരുപാട് എഴുതിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നീർത്തുള്ളികൾ എന്ന് പറയുന്ന കവിതയാണ് ഇപ്പം പ്രകാശനം ചെയ്തത്. അപ്പോൾ നേരത്തെ എഴുതിയിട്ടുള്ള കവിതകൾ അങ്ങനെ തന്നെ ഉണ്ടോ, അതോ പിന്നെ അതിൻ്റെ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ കവിതകൾ ഈ പുസ്തകത്തിൽ ശരിക്കും 60ഓളം കവിതകൾ ചേർക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതിൽ 15 കവിതകളാണ് ഇപ്പോൾ ഈ പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ നീർത്തുള്ളിയിൽ ചേർത്തിട്ടുള്ളൂ. ഇനി അടുത്ത കവിതകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ വിദ്യാലയ ഓർമ്മകളാണ്. ഞാൻ അധ്യാപകനായിരുന്നതിൻ്റെ കാലത്തെ ഓർമ്മകളും ഒപ്പം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ്. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ റവ കൊണ്ടുണ്ടാക്കുന്നതല്ല, പഴയ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ്. അപ്പോൾ ആ ഉപ്പുമാവ് കഴിച്ച ഓർമ്മ മുതൽ ഇങ്ങോട്ട് പിന്നെ ചെറുപ്പകാലത്തെയും ഇപ്പോഴത്തെയുമായിട്ടുള്ള പല ഓർമ്മകളുടെയും അടിസ്ഥാനത്തിലുള്ള വിവിധ 25 കവിതകളോളമുണ്ട്. അതിനെയെല്ലാം കൂടെ ഉപ്പുമാവ് എന്ന പേരിലൊരു പുസ്തകമായിട്ട്, അതാണ് രണ്ടാമത്തെ പുസ്തകം. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് സോഷ്യലി നമുക്ക് പറയാവുന്ന സാമൂഹിക വ്യവസ്ഥകൾക്കെതിരെ പറയാവുന്ന ഒന്ന്. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് ലഹരിക്കെതിരെയുള്ള കവിതകൾ. അത്തരത്തിലുള്ള കവിതകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ലഹരിയിൽ മയങ്ങല്ലേ എന്ന് പറയുന്ന ഒരു പുസ്തകമായിട്ട്. അപ്പോൾ അതിലും 20-25 കവിതകളോളം വരുന്നുണ്ട്. ഇത് മൊത്തം കൂടിയാണ് ഞാൻ 60 കവിതകൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഒരു പുസ്തകത്തിൽ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയാലോ, പ്രമേയത്തിലുള്ള വ്യത്യസ്തത കൊണ്ട്. ഇപ്പോൾ ഉപ്പുമാവുന്ന കവിതയും തിന്മകൾ പെരുകുന്ന കാലം എന്ന കവിതയും 2 തലത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ആളുകൾക്ക് കൃത്യമായി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുസ്തകത്തെ ചെറുതാക്കി അങ്ങനെ 3 പുസ്തകങ്ങളാക്കി മാറ്റി. അതിൽ ആദ്യത്തെ പുസ്തകമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തത്. മറ്റേത് 2 പ്രിന്റിങ്ങിലാണ്. താമസിയാതെ തന്നെ അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് ഉപ്പുമാവെന്നാണ്. മൂന്നാമത്തെ പുസ്തകത്തിൻ്റെത് ലഹരിയിൽ മയങ്ങല്ലേ. അങ്ങനെ 3 പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങൾ ഇനി ഇറങ്ങാനുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ ബിബ്ലിക്കലായിട്ടുള്ള കുറച്ച്, അത് കവിതയല്ല ലേഖനങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളും ഇനി വരാനുണ്ട്. അനുഭവങ്ങൾ പറയാനുണ്ടോ? എന്തെങ്കിലും അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ നമ്മുടെ ഓരോ കവിതയും അത് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസ്പയർഡ് ആയിട്ടാണ്. ചിലത് നമുക്ക് നേരിട്ട് നമ്മൾ സാക്ഷികളാകുന്ന ചില കാര്യങ്ങൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ട്. ചിലത് നമ്മുടെ കേട്ടറിവായിരിക്കും, അല്ലെങ്കിൽ വായിച്ചറിവായിരിക്കും. അങ്ങനെയുള്ള എന്തായാലും ഒരു ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് കൂടുതലും ഞാൻ കവിതകൾ എഴുതിയിട്ടുള്ളത്. പബ്ലിക്കിൻ്റെയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇന്നതാണ് കാര്യം എന്ന്. അപ്പോൾ അതിനകത്തൊരു ചിന്തകൾ ഉണ്ടാവുമല്ലോ. ആ ചിന്തകൾ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഹേർട്ട് ചെയ്ത ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ. ലഹരിയിൽ മയങ്ങല്ലേ എന്ന എൻ്റെ കവിത, അത് ശരിക്കും ഒരു സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്നുണ്ടായ കവിതയാണ്. ഞാനൊരു സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, ഒരു സ്കൂളിലെ അധ്യാപകനായിരിക്കുന്ന കാലത്ത് ഒരു 9ാം ക്ലാസ്സിലോ 9ോ 10ോ പഠിക്കുന്ന കുട്ടി, അപ്പോൾ പ്രായം നമുക്ക് മനസ്സിലാവും. ആ കുട്ടി സ്കൂളിൽ മദ്യപിച്ചിട്ട് വരിക.
മദ്യപിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ മദ്യപാനമല്ല, എന്ന് പറഞ്ഞാൽ ഇതിന് വലിപ്പച്ചെറുപ്പമുണ്ടെന്നല്ല. കുട്ടി വളരെ അമിതമായി മദ്യപിച്ച് സ്കൂളിൽ വരികയും സ്റ്റാഫ് റൂമിൽ വന്ന് അയാൾ വൊമിറ്റ് ചെയ്ത് വലിയ സീൻ ഉണ്ടാവുകയും പിന്നെ ഞങ്ങൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എൻ്റെ രക്ഷകർത്താക്കളെ വിളിച്ച് ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ കാഴ്ച ഈ ചെറിയ പ്രായത്തിൽ ഈ കുട്ടിക്ക് ഇതെങ്ങനെ ലഭിച്ചു, അതിൻ്റെ സാഹചര്യം എന്താണ്? ഈ കാഴ്ച എന്നെ വല്ലാതെ ഹർട്ട് ചെയ്തു. അത് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾക്ക് അത് ഈസി ആയിട്ട് അവൈലബിൾ ആകുന്നു എന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സാധനങ്ങൾ ഈസിലി അവൈലബിൾ ആകാൻ പാടില്ല എന്നതും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നതും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം കവിതയാണ് എന്ന് തിരിച്ചറിയുകയും അല്ലെങ്കിൽ എൻ്റെ ഒരു മേഖലയായി കാണുന്നത് കൊണ്ട് ഒരു കവിത അതിനുവേണ്ടി രചിക്കുകയായിരുന്നു. ലഹരിയിൽ മയങ്ങല്ലേ എന്നതാണ് ആ കവിത. ആ കവിതയിലൂടെ ലോകം മുഴുവൻ ഈ സന്ദേശം എത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അല്ലെങ്കിൽ കേട്ട ഒരു കവിതയാണ് ഈ കവിത. മാത്രവുമല്ല, ഈ സംസ്ഥാന മദ്യവർജന സമിതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചില പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു 101 പ്രഭാഷണ പരിപാടികളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ 101 ഇല്ലെങ്കിലും 100 അടുപ്പിച്ചുള്ള സ്കൂളുകളിൽ ഞാൻ തന്നെ പോയി ഈ കവിത ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഏത് വേദിയിൽ പോയാലും ആദ്യം ഒരു കവിത ചൊല്ലാൻ പറഞ്ഞാൽ ഞാൻ ഈ കവിതയായിരിക്കും ചൊല്ലുക. കാരണം അതെൻ്റെ ഒരു മോട്ടീവാണ്. ഈ സന്ദേശം ലോകം മുഴുവൻ എത്തിച്ചേരുക എന്നത്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇതിൽ നിന്ന് മുക്തരായി നല്ലൊരു തലമുറ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനൊരു കവിതയിലേക്ക് പോയത്. കലാകാരന് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം രാഷ്ട്രീയമുണ്ടെന്ന് തന്നെയാണ്. കലാകാരന് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുണ്ടെന്ന് തന്നെയാണ്. അത് കാരണം രാഷ്ട്രീയം പിന്നെ മതമുണ്ട്. ഒരാൾക്ക് മതമുണ്ട്, ജാതിയുണ്ട്, പേരുണ്ട്, അപ്പോൾ അയാൾക്ക് രാഷ്ട്രീയവുമുണ്ട്. പേരുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്. ഇത്രയുള്ള ആൾക്ക് എന്തും കൂടിയുണ്ട്, രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതൊന്നും അയാളുടെ പേരോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും അയാളുടെ സൃഷ്ടിയിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. അത് ഇതിനൊക്കെ അതീതമായിരിക്കണം എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് നേരത്തെ പ്രവർത്തകൻ അങ്ങനെ എന്തെങ്കിലും മേഖലയിലുണ്ടായിരുന്നു? അപ്പം ഞാൻ പിന്നെ പഠിക്കുന്ന കാലത്ത് കോൺഗ്രസ് വിശ്വാസത്തിലുള്ള ആളാണ്. KSUവിൻ്റെ പാനലിൽ സ്കൂളിൽ മത്സരിച്ച് അന്നത്തെ കാലത്ത് സ്കൂൾ ലീഡറും ക്ലാസ് ലീഡറും ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ക്ലാസ് ലീഡറായിട്ടുള്ള ആളാണ്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. പിന്നീട് അധ്യാപകനായി വന്നപ്പോൾ അതിൻ്റേതായ അധ്യാപക സംഘടനയിലാണ് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. KPSTA അതായിരുന്നു ഞാൻ ഏറ്റവും ഒടുവിൽ രണ്ട് സംഘടനകൾ ജയിച്ച്, പ്രൈവറ്റും ഗവൺമെൻറ്റും കൂടി ലയിച്ച് KPSTA ആയപ്പോൾ അതിൻ്റെ കൾച്ചറൽ ഫോറത്തിൻ്റെ സംസ്ഥാന കൺവീനറായിരുന്നു ഞാൻ. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പഠിക്കുന്ന കാലത്ത് ഈ കോളേജിൽ പഠിക്കുമ്പോൾ KSUവിൻ്റെ ബാനറിലുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. ഇന്നത്തെ MP KC വേണുഗോപാൽ, അദ്ദേഹം അന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് MP, അദ്ദേഹം അന്ന് ജനറൽ സെക്രട്ടറിയുമാണ്. ആ കാലഘട്ടത്തിൽ കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു ഞാൻ. പിന്നീടാണ് അധ്യാപകനായപ്പോൾ അധ്യാപക സംഘടനയിലുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു കോൺഗ്രസ് വിശ്വാസിയാണ്. ഇതുവരെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എത്ര വയസ്സായി ശരിക്കും? എനിക്ക് 57. ഈ 57 വയസ്സിനിടയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില മേഖലകൾ, അത് വിദ്യാഭ്യാസമായിരിക്കാം, നമ്മുടെ എഴുത്ത് മേഖലയിലായിരിക്കാം, ഇപ്പോൾ ഈ ജനാധിപത്യ കലാസാഹിത്യവേദി അതിലായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഹർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ, മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ? പേഴ്സണൽ ദുഃഖമുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ളൊരു ദുഃഖമാണ്. മകൻ മരിച്ചു കഴിഞ്ഞ വർഷം. അദ്ദേഹമാണ് ഫോട്ടോയിൽ കാണുന്നത്. 3 പേരായിരുന്നല്ലേ? 3 പേരായിരുന്നു. രണ്ടാമത്തെ ആളാണ് മരിച്ചത്. അങ്ങനെ ഒരു ദുഃഖം പേഴ്സണലി ഉണ്ട്. പക്ഷേ 24 ശേഷം പിന്നീട് ഒരു ഗ്യാപ്പ് കാണിക്കുന്നില്ല അതിനകത്ത്. അതിൽ വന്നതാണ്. 24 ഡിസംബറിലാണ് ശരിക്കും എനിക്ക് ആ അവാർഡ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് 25 ആദ്യമാണ് അദ്ദേഹം മരിച്ചതിൻ്റെ പിറ്റേ മാസമാണ് ഞാൻ റിട്ടയർ ചെയ്തത്. പിന്നെ ഒരു കുറേ നാൾ ഞാൻ പുറത്തേക്ക് വരാതെ, എന്ന് പറഞ്ഞാൽ വേറൊന്നിലുമല്ല, വീടിൻ്റെ ഒരു സംരക്ഷണാർത്ഥം ഞാൻ അങ്ങനെ നിന്നു. പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ ഇറങ്ങി. അങ്ങനെയൊക്കെയാണ്. പ്രത്യാശയുടെ ഒരു തിരുനാളമെങ്കിലും ബാക്കി വെച്ചുകൊണ്ടാണ് മിക്ക കവിതകളും നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ കുന്നത്തൂർ ജയപ്രകാശ് എന്ന കവിയുടെ കവിതകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അതൊരു ഗാന്ധിയൻ മൂല്യങ്ങളിലേക്കും പ്രകൃതി സ്നേഹത്തിലേക്കും മടങ്ങുവാൻ ആഹ്വാനം ചെയ്യുന്ന കവിതകളാണ് എന്ന്. ലഹരിയിൽ മയങ്ങല്ലേ, നാം നമ്മെ മറക്കല്ലേ, ഒരു പാഠശാലയിൽ ഒപ്പത്തിനൊപ്പം
ഒപ്പമങ്ങോരായിരം വന്ന ചിത്രങ്ങൾ തീർത്തവർ, ഒന്നിച്ചിരുന്നു കനവുകൾ കണ്ടവർ, ഓമനത്തിങ്കൾ കിടാവൊന്നു ചൊല്ലിയോർ, ഒറ്റയ്ക്കിരുന്നു ചിരിക്കുന്നു കൂട്ടത്തിൽ, ഓടി ഒളിക്കുന്നു പിന്നെ ഒരു മൂലയിൽ, ലഹരിയിൽ മയങ്ങല്ലേ നാം നമ്മെ മറക്കല്ലേ. സിരകൾ ത്രസിക്കുന്ന വീര്യം അകത്താക്കി തിരകൾ ഉയർത്തും സുനാമിയായി, ചിറകുകളില്ലാതെ നില ഉറപ്പിക്കാതെ പറക്കും തളികയായി മാറും യുവത്വമേ. സിരകൾ ത്രസിക്കുന്ന വീര്യം അകത്താക്കി തിരകൾ ഉയർത്തും സുനാമിയായി, ചിറകുകളില്ലാതെ നില ഉറപ്പിക്കാതെ പറക്കും തളികയായി മാറും യുവത്വമേ. എരിതീയിലൊരുകുന്ന കനലിൻ്റെ ശോഭയൊരു കരിയായി തിരിയുന്ന ഗതിവേഗം കണ്ടുവോ? എരിതീയിലൊരുകുന്ന കനലിൻ്റെ ശോഭയൊരു കരിയായി തിരിയുന്ന ഗതിവേഗം കണ്ടുവോ? ലഹരിയിൽ മയങ്ങല്ലേ നമ്മെ മറക്കല്ലേ, നാം നമ്മെ മറക്കല്ലേ. മലയാള കാവ്യ ലോകത്തിന് മഹത്തായ അനുഭവങ്ങൾ പങ്കുവച്ച കുന്നത്തൂർ ജയപ്രകാശ് എന്ന മലയാള കവിക്ക് നെറ്റ് മലയാളം ന്യൂസിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി.